Mindtrend FX. Your journey to mastering the markets begins now. Hi everyone, it's me Rahul. Welcome to Mindtrend FX YouTube channel. So നമുക്ക് വീക്കിലി മാർക്കറ്റ് അനാലിസിസിലോട്ട് പോകാം. അതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്മിറ്റ് ചാനൽ. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ചെറിയ ഒരു ബിഗിനറിന് മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ചെറിയൊരു ഒരു 10 മിനിറ്റ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ ജസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞു പോകുന്നതെന്ന്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റിൽ എന്താണ് കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നമുക്ക് മാർക്കറ്റിന് വീക്കിലിട്ട് പോവാം. വീക്കിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും മാർക്കറ്റ് നമ്മുടെ ബജറ്റിൻ്റെ ദിവസമുള്ള സെല്ലിങ് കഴിഞ്ഞിട്ട് അതിന് നെക്സ്റ്റ് ഡേ ആയിട്ടുള്ള നമ്മുടെ ട്രേഡ് ഡീലിൻ്റെ ന്യൂസിൽ മാർക്കറ്റ് ഒറ്റ ക്യാൻഡിൽ മാർക്കറ്റ് മുകളിൽ പോയി ക്ലോസ് ചെയ്തു. ഇതാണ് ലാസ്റ്റ് വീക്കിൽ ആ ഫ്രൈഡേ സംഭവിച്ച കാര്യം. ഇതാണ് ലാസ്റ്റ് വീക്കിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീക്കിൽ നമ്മൾ മാർക്കറ്റിൽ കംപ്ലീറ്റ്ലി ഒരു സെല്ലിംഗ് ആണ് നടന്നിട്ടുള്ളത്, അല്ലേ? സോ നമ്മൾ ഡെയിലിട്ടിട്ട് നമുക്കൊരു കാര്യം നോക്കാം. ഡെയിലിട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റ് ഈ ഒരു ലോ ഈ 25,676 ഈ ഒരു ഏരിയ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തത്. അതിന് മാർക്കറ്റ് ഒറ്റ സിംഗിൾ ഇതിൽ തന്നെ 2 ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ പോയി മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് താഴോട്ട് വരിക ചെയ്തത്, അല്ലേ? അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഓരോ ദിവസവും മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ ശ്രമിച്ചിരുന്നു. ബട്ട് ലാസ്റ്റ് ഫൈനലി വീണ്ടും ഡ്രോപ്പ് ചെയ്തു. സോ നമുക്ക് ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കലായിട്ടൊന്ന് നോക്കാം. ഇതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ടെക്നിക്കലായിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ 1 ഹവറിലിട്ട് നമുക്ക് ഫിബ് ടൂൾ എടുത്തിട്ട് വരയ്ക്കാം. ഫിബ് ടൂൾ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. ഫിബ് ടൂൾ, ഓക്കെ. ഫിബ് റിട്രേസ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ഫിബ് ടൂൾ. ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടും ഫിബ് റിട്രേസ്മെൻറ്റ് ടൂൾ എന്ന് പറഞ്ഞിട്ട്. ഈ ടൂൾ എടുത്തിട്ട് നമ്മൾ ഈ ലോയിൽ നിന്ന് ഈ ഹൈയിലോട്ടൊന്ന് വരയ്ക്കുക, ഓക്കെ. ഈ ലോയിൽ നിന്ന് ഈ ഹൈയിലോട്ട് വരയ്ക്കുമ്പം ഫിബ് ടൂളിൻ്റെ റൂൾസ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഗോൾഡൻ സോൺ എന്ന് പറയുന്ന 0.6182 to 0.5. സോ നിങ്ങളിവിടെ നോക്കിയാൽ ശരിക്കും കാണാം 0.5 മാർക്കറ്റ് ഈ മുകളിൽ നിന്നുള്ള ആ ഒരു ഡൗൺ ആയിട്ട് മാർക്കറ്റ് വന്നിട്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് കയറിയിട്ടുള്ളത്, അല്ല ഇവിടെ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് കയറിയിട്ടുള്ളത്. അപ്പം നമുക്ക് അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കാണാം. ജസ്റ്റ് നമ്മൾ ഇന്നെൻ്റെ ക്ലാസ്സിലും ജസ്റ്റ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ട്രെൻഡ് ലൈൻ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിബിൻ്റെ ആ ഒരു ഇതിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ട് പോയിട്ടുണ്ട്. ഇതൊരു ക്യാൻഡിൽ പാറ്റേൺ ആണ്. സോ ഈ ക്യാൻഡിൽ പാറ്റേണിൻ്റെ ബേസിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ആ കയറിപ്പോയ സമയത്ത് നമുക്കറിയാം ഓരോ ഡിപ്പിലും ആര് വരും? ബയ്യർ വരും, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈ ഓൺ ദ ഡിപ്പ്, സെൽ ഓൺ ദ റൈസ്, അല്ലേ? അപ്പം 50 മിനിറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്നുള്ള ഓരോ ഡിപ്പിലും ബയ്യർ ബൈ ചെയ്ത് മാർക്കറ്റിനെ മുകളിലോട്ട് പുഷ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, അല്ലേ? ഈ ഒരു റേഞ്ച് എത്തിയപ്പം 26,000 എന്ന് പറഞ്ഞ ആ സൈക്കോളജിക്കൽ ലെവലിൽ എത്തിയപ്പോൾ അവിടെ സെല്ലർ ആക്റ്റീവായെന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ കോൾ ഓയി കൂടുതലാണ്, 26,000 കോൾ ഓയി കൂടുതലാണ്. സപ്പോർട്ടുള്ളത് 25,900 ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ആ സൈഡിലോട്ട് മൂവ് ചെയ്യുമെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾ ഡെയിലി വീഡിയോ കാണുന്നവരാണെങ്കിൽ. സോ 25,900 ഇതായിരുന്നു, 26,000 ഇതായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു ഈ പ്രൈസ് ലെവലിൻ്റെ ഇടയ്ക്കായിരുന്നു മാർക്കറ്റ് നിന്നിരുന്നത്. സോ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഹയർ ലോസ് ആൻഡ് ഹയർ ഹൈസ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ബ്രേക്കപ്പ് സ്ട്രക്ചർ BOS സംഭവിച്ചിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ ഈ ഒരു റേഞ്ചിലെത്തിയപ്പം 26,000 25,900 ഇടയിലെത്തിയപ്പം അവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ, സൈഡ് വേസ്, അക്യുമുലേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പറയാം. ആ ഒരു പ്രൊസീജിയർ ഇവിടെ സംഭവിച്ചു, ഇവിടെ ഈ ഒരു ഏരിയയിൽ സംഭവിച്ചു. സോ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തപ്പം ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു, മാർക്കറ്റ് താഴോട്ട് വീണു, ഓക്കെ. താഴോട്ട് മാർക്കറ്റ് വീഴുമ്പം നമുക്കറിയാം എന്ത് സ്ട്രക്ചറിൽ വീഴും? ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസിൽ മാർക്കറ്റ് വീഴും. സ്റ്റുഡൻസ് മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട്. ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസിൽ മാർക്കറ്റ് വീഴും, അല്ലേ? മാർക്കറ്റ് വീണ് ഈ ഒരു സോണിലെത്തിയപ്പം 25,800 താഴെ ഒരു 750 ആ ഒരു റേഞ്ചിലെത്തിയപ്പം ഇതാണ് നമ്മുടെ ഡിമാൻഡ് സോൺ, അല്ലേ? ഇതാണ് നമ്മുടെ ഡിമാൻഡ് സോൺ. ഈ ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും ഒന്ന് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു. ബട്ട് ലാസ്റ്റ്
എന്ത് സംഭവിച്ചു? ഇവിടുന്ന് ട്രെൻഡ് ലൈൻ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടുന്ന് ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്തിട്ട് 25,900 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ബൈ സിനാരിയോ ഉണ്ടായിരുന്നു. ബട്ട് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? മാർക്കറ്റിൽ നേരെ ഒരു വെരി ഹെവി ഗ്യാപ് ഡൗൺ സംഭവിച്ചു. മാർക്കറ്റ് നേരെ താഴോട്ട് വീണു അല്ലേ? ഇന്ന് മാർക്കറ്റ് നേരെ താഴോട്ട് വീണിട്ട് നമ്മുടെ അടുത്ത ലോ, അതായത് ഇതൊരു സിംഗ് ലോ ആണല്ലോ. മാർക്കറ്റ് ഇവിടുന്ന് മോളോട്ട് പോയപ്പം ഈ ഒരു സ്ട്രക്ചർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മോളോട്ട് പോയപ്പം ഇതൊരു സിംഗ് ലോ ആണ്. ആ ലോയിൽ വന്ന് 25,530 520 ഈ ഒരു ലോയിൽ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് എടുത്തു. ഓക്കെ, ഭയങ്കര സിമ്പിളാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. നിങ്ങളിതിനെ പ്രൊഫഷണലായിട്ടും നിങ്ങളിതിനെ എഡ്യൂക്കേഷണലായിട്ട് പഠിച്ചിട്ട്, നമ്മളിതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇത് നല്ലൊരു എഡ്യൂക്കേറ്റഡ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം ഇതിനകത്തുള്ളൂ. ഒരു സൂപ്പർ സയൻസ് ഇതിനകത്തില്ല. ഓക്കെ, സോ മാർക്കറ്റ് ഈ ഒരു ലോയിൽ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും ഇവിടെ ഒരു ഹാമർ അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒരു ഡോജി, ഒരു ഡ്രാഗൺ ഡോജി ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് വീണ്ടും മുകളോട്ട് മൂവ് ചെയ്തു. സോ ഇവിടുന്ന് മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇവിടുന്ന് ട്രേഡ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എവിടെയായിരിക്കും? അടുത്ത സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,600 നമ്മുടെ ടാർഗറ്റാണ് അല്ല, 25,600 നമ്മുടെ ടാർഗറ്റാണ്. സോ മാർക്കറ്റ് ഇവിടുന്ന് മുകളോട്ട് മൂവ് ചെയ്തിട്ട് 25,600 ചെന്നപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് റിജക്ഷൻ സംഭവിച്ചു. സോ ഈ റിജക്ഷൻ സംഭവിച്ചപ്പം നമ്മളവിടെ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു ട്രാപ്പും ഇല്ല, ഇവിടെ ഒരു സെല്ലർ ട്രാപ്പ് ലൈക്ക് സംതിങ് ഒന്നുമില്ല. നേരെ ഒരു മാർക്കറ്റിനെ പറ്റി അറിയുന്ന ആളാണെങ്കിൽ അവിടെ നമുക്ക് സിമ്പിളായിട്ട് കാണാൻ കഴിയാം, അവിടെ ഒരു ഇൻവെർട്ടർ ഹാമർ വന്നു. സോ ഇവിടെ നമ്മൾ പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പൊസിഷൻ ഇവിടുന്ന് കട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും ഈ മൂവ്മെൻറ്റ്, ഈ പ്രോഫിറ്റ് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് തിരിച്ച് താഴോട്ടും ട്രേഡ് ചെയ്യാം. അതിനുള്ള മാർക്കറ്റ് തന്നെ നമുക്ക് അവിടെ എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾക്ക് മനസ്സിലാവും, മാർക്കറ്റിനെ പറ്റി പഠിച്ചുള്ള ആൾക്ക് മനസ്സിലാവും ഇവിടുന്ന് എന്താണ് മാർക്കറ്റ് കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് സിമ്പിളായിട്ട് താഴോട്ട് വീണു. ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തു അല്ലേ? സിമ്പിളാണ്, ഇതിനകത്ത് ഒരു സൂപ്പർ സയൻസ് ഒന്നുമില്ല. ഇവിടെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. സോ ഫർദർ മൂവ്മെൻറ്റ് മാർക്കറ്റ് എന്തായിരിക്കും? ഒന്നെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ വരികയാണെങ്കിൽ മാർക്കറ്റ് മുകളോട്ട് പോയിട്ട് ഈ റെസിസ്റ്റൻസ് എടുത്താൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരും അല്ലേ? ഈ ഒരു റെസിസ്റ്റൻസ് എടുത്താൽ മാർക്കറ്റ് താഴോട്ട് വരും. അല്ലെങ്കിൽ ഇതേ ഒരു സിനാരിയോ, മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നിട്ട് തിരിച്ചൊന്ന് മുകളോട്ട് കയറിയിട്ട് ഇതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരും. അതേപോലെ ഇതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 25,324, സെക്കൻഡ് ടാർഗറ്റായിട്ട് 25,246, തേർഡ് ടാർഗറ്റായിട്ട് 25,308, 108. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ താഴോട്ടുള്ള ടാർഗറ്റ്സ്. സോ ഗ്യാപ് ഡൗൺ വീണ് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിൽ വന്നിട്ട് ഇവിടെ റെസിസ്റ്റൻസ് എടുക്കണം, എന്നിട്ട് താഴോട്ട് മാർക്കറ്റ് വീഴണം. അതല്ല, ഇവിടുന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വീഴുകയാണെങ്കിലും ഇവിടെ റെസിസ്റ്റൻസ് എടുക്കണം, എന്നിട്ട് മാർക്കറ്റ് താഴോട്ട് വീഴണം. ഇതായിരിക്കും നമ്മുടെ മൺഡേ വ്യൂ. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ മൺഡേ വ്യൂ. അതല്ലാതെ മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എവിടുന്ന് ട്രേഡ് ചെയ്യും? നമ്മുടെ റീസെൻറ്റ് സ്വിങ് ഹൈ ആയിട്ടുള്ള 25,600 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം, 25,600 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മളൊരു ബൈ സൈഡിലോട്ട് ചിന്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ താഴോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ നമ്മുടെ വ്യൂ നെഗറ്റീവ് ആയിരിക്കും അല്ലേ? സോ നമുക്ക് ഇതിന് മുന്നേ തന്നെ നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ NSEയുടെ ഹീറ്റ് മാപ്പ് എടുത്താൽ തന്നെ മനസ്സിലാവും മാർക്കറ്റിൽ ആരാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്. ഫുൾ സെല്ലറാണ്. സോ നമ്മൾ ട്രേഡ് ചെയ്യുന്നതാണെങ്കിലും ഒരു സ്റ്റോക്ക് എടുക്കുന്നതാണെങ്കിലും നമ്മളിപ്പോൾ സെൽ സൈഡിലോട്ടാണ് എടുക്കേണ്ടത്, നമ്മൾ സെൽ സൈഡിലോട്ടാണ് നോക്കേണ്ടത്. കാരണം സെക്ടോറിയൽ ഇൻട്രസ്റ്റ് ആണെങ്കിലും നമ്മുടെ ബ്രോഡ് മാർക്കറ്റ് ആണെങ്കിലും എല്ലാം കാണിക്കുന്നുണ്ട് അവിടെ സെല്ലിംഗ് ആണ് നടക്കുന്നുള്ളതെന്ന്. എന്നിട്ട് നമ്മൾ ഓപ്ഷൻ ചെയിൻ കൂടെ നമുക്ക് നോക്കാം. ഓപ്ഷൻ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുകളിലോട്ടുള്ള, അതായത് 25,600, 550, 750, 800 ഈ റേഞ്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ അഗ്രസീവായിട്ട് OI ചേഞ്ച് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ അഗ്രസീവായിട്ട് OI ചേഞ്ച് വന്നിട്ടുണ്ട്. OI ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബയ്യർ അവർ പൊസിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ട്. ഈ -46, -26, -60, -29, -33. ബട്ട് നമ്മൾ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ, സെല്ലറിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ അവിടെ അഗ്രസീവായിട്ട് സെല്ലർ ആക്റ്റീവായിട്ട് അവർ പൊസിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, OI ചേഞ്ച് 1,50,000, 48. സോ ഇവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കറ്റിൽ ടോട്ടൽ വ്യൂ മാർക്കറ്റിന് തന്നെ മാർക്കറ്റ് താഴോട്ട് പോകുന്നതാണ് എല്ലാവരുടെയും വ്യൂ. സോ മാർക്കറ്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസും താഴോട്ട് തന്നെയുള്ള ട്രേഡിലായിരിക്കണം. ബൈ ഓൺ ദ ഡ്രിപ്പ് ആൻഡ് സെൽ ഓൺ ദ റൈസ്. ഈ ഒരു പ്രോസസ്സ് ആയിരിക്കണം. ഓക്കെ, അതിന് ട്രേഡ് വിത്ത് ട്രെൻഡ്. എന്താണോ ട്രെൻഡ് അതിനൊപ്പം ട്രേഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ മൺഡേയിലെ നിഫ്റ്റിയുടെ വ്യൂ. സോ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിഫ്റ്റി ഇവിടുന്ന് ഒരു ഗ്യാപ് ഡൗൺ ആണോ റെസ്റ്റ് ഒരു നോർമൽ വ്യൂ ആണെങ്കിലും, നോർമൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വരും, നമ്മൾ ഇങ്ങോട്ട് ട്രേഡ് ചെയ്യും.
ഈ താഴോട്ട് ട്രേഡ് ചെയ്തിട്ട് ഈ ടാർഗറ്റ് വരെ നമ്മൾ അതിനെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. ഇനിയെല്ലാം മോളോട്ട് പോകണമെങ്കിൽ മോളോട്ടാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രേഡ് ചെയ്യും. നമ്മൾ 25,600 മുകളിൽ 25,600 മുകളിൽ മാർക്കറ്റ് വരുമ്പം അവിടുന്ന് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് ഒരു 20 വാട്ടെവർ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ റിസ്ക് റിവാർഡ് നിങ്ങളുടെ ക്യാപിറ്റൽ അത് വെച്ചിട്ട് നമ്മൾ ഒരു 20-30 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ലോ വരെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മോളോട്ട് ട്രേഡ് ചെയ്യും. സോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൺഫ്യൂഷനായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എന്താണോ നമ്മുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അതനുസരിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. അവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് ലെവൽസും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോറി. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.